ഈ കറുത്ത കൊടി കുറച്ച് 10 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ കൊടി ഇപ്പൊ കറുത്തതാണ് കുറെ 10 വർഷമായിട്ട്. അടുത്ത 5 വർഷം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ചാടുന്നുണ്ടോ? എന്തിനാണ് ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഡയാലിസിസ് സൗകര്യം ഒരുക്കാന്ന് പറയുമ്പോൾ ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ 2-3 ഈ കറുത്ത കൊടി കുറച്ച് 10 വർഷമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അവരുടെ കൊടി ഇപ്പൊ കറുത്തതാണ് കുറെ 10 വർഷമായിട്ട്. അടുത്ത 5 വർഷം അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയട്ടെ. അപ്പൊ ഇങ്ങനെ ഇതുമായിട്ട് ചാടുന്നുണ്ടോ? എന്തിനാണ് ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2016 മുൻപ് ഇവിടെ സർക്കാർ മേഖലയിൽ വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. നമ്മൾ ഇത് അറിയണം. എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം 2016 മുൻപ് ലഭിച്ചിരുന്നതെന്ന് അറിയാമോ? 30,000 രൂപ. 30,000. എത്ര കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നറിയാമോ? 40,000 കുടുംബങ്ങൾക്കാണ് നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2019 നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അന്ന് 40,000 കുടുംബങ്ങളായിരുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരള സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് അന്നത്തെ 40,000 കുടുംബങ്ങളുടെ സ്ഥാനത്ത് 42.5 ലക്ഷം കുടുംബങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ്. അന്നത്തെ 30,000 രൂപയുടെ സ്ഥാനത്ത് 5 ലക്ഷം രൂപ ഒരു വർഷം ഒരു കുടുംബത്തിന് സൗജന്യമായി ചികിത്സ ലഭ്യമാക്കുന്നുണ്ട്. 2016 മുൻപ് ഞാൻ പറഞ്ഞില്ലേ, 12 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികൾ. ഇന്ന് നോക്കൂ, കാത്ത് ലാബ്. നമ്മളൊരു ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ, നെഞ്ചുവേദന ഉണ്ടായാൽ നമുക്ക് ദൂരദിക്കുകളിലൊക്കെ ഉള്ളവർക്ക് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ എത്തണമെങ്കിൽ പ്രയാസമുണ്ടാകും. ജില്ലാ ആശുപത്രികളിലേക്ക് അത് മാറി. ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലാണ് ഇല്ലാതെ ഇരുന്നത്. ആ ഇടുക്കി ജില്ലയിൽ അടിമാലിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും കൂടി അവിടെ കാത്ത് ലാബ് ആരംഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുകയാണ്. അങ്ങനെ 14 ജില്ലകളിലും കാത്ത് ലാബ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു.